ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടാത്ത ഭരണാധികാരികളെ നിലം തൊടാതെ അദ്ദേഹത്തെ ഹൃദയ കവാടത്തിൽ ഏറ്റെടുത്തുകൊണ്ടുള്ള ഈ മണ്ണിലെ ജനസേവകനായി, ഈ മണ്ണിന്റെ മതേതരത്വത്തിന്റെ സംരക്ഷകനായി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം ആര്യാടൻ ഷൗക്കത്ത് ആവർത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നിലമ്പൂർ ചന്തക്കുന്നിൽ UDFന്റെ നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും പിറകോട്ട് പോയിട്ടുള്ള ഒരു ചരിത്രമാണ് ഈ കഴിഞ്ഞ 10 വർഷങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കാലത്ത് കേരളം ലോകത്തിന് മാതൃകയായിരുന്നു. ആരോഗ്യ മേഖലയിൽ മാതൃകയായിരുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ മാതൃകയായിരുന്നു. ഇന്ന് അതെല്ലാം വെറും സ്വപ്നമായി അവശേഷിക്കുകയാണ്. അതെല്ലാം നമുക്ക് വീണ്ടെടുത്തുകൊണ്ട് കേരളത്തിന് സ്വന്തമായിട്ടുള്ള പ്രബുദ്ധതയുണ്ട്. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, സാക്ഷരതാപരമായി, സാമൂഹികപരമായി, ചിന്താപരമായി ഒക്കെ കേരളം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രബുദ്ധതയുണ്ട്. ആ പ്രബുദ്ധത വീണ്ടെടുത്തുകൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുവരാൻ ശക്തമായ ഒരു ഭരണകൂടം ആവശ്യമാണ്. അത് നൽകുവാൻ കഴിയില്ല ഐക്യജനാധിപത്യം. UDFന്റെ വിജയം കഴിഞ്ഞ 10 വർഷത്തെ നാടിന്റെ വികസനം വീണ്ടെടുക്കുവാനാണ്. ഇടതു ഭരണത്തിൽ എല്ലാ മേഖലകളും പരാജയപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ടായിരുന്ന കേരളത്തിന്റെ മുന്നേറ്റം ഇല്ലാതെയായി. കൊട്ടിഘോഷിച്ച പരസ്യങ്ങളും PR വർക്കുമല്ലാതെ നാടിന് ഗുണമുള്ള ഒരു പദ്ധതി പോലും മുന്നോട്ട് വയ്ക്കുവാൻ 10 വർഷം അധികാരത്തിലിരുന്നിട്ടും സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു. ചടങ്ങിൽ നിയോജക മണ്ഡലം UDF ചെയർമാൻ CH ഇക്ബാൽ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. CPM ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലെത്തിയ ലോക്കൽ കമ്മിറ്റി അംഗം സുഭാഷ്, CITU അംഗം നൌഷാദ് മേലകത്ത്, ചന്തക്കുന്നിലെ CPM പ്രവർത്തകൻ ഷബീർ എന്നിവരെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. MP അബ്ദുൾ സമദ് സമദാനി മുഖ്യപ്രഭാഷണം നടത്തി. നാട് കൂപ്പുകുത്തുമ്പോ അത് നിസ്സഹായമായി സൈലന്റ് സ്പെക്ടേറ്റർ എന്ന് പറയാറുണ്ട്, നിശബ്ദ നിരീക്ഷകരായിട്ട് നോക്കി നിൽക്കുന്ന, അത് മാത്രമല്ല ഈ തകർച്ചയ്ക്ക് കാരണക്കാരായിട്ടുള്ളവരാണ് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. ഏതാണ് ആ പഴയ അവസ്ഥ? ഈ 10 കൊല്ലം മുമ്പ് കേരളം ഭരിച്ചിരുന്നത് UDF ആണ്. ഈ നാട് കണ്ട ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി, ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഞാനന്ന് MLA ആയിരുന്ന ആളാണ്, ശ്രീ ഉമ്മൻചാണ്ടി. ഓരോ പ്രദേശത്തും വന്ന് നടന്ന വികസനം, മറക്കാൻ കഴിയാത്ത പുരോഗതിയുടെ വികസനത്തിന്റെ അടയാളങ്ങളാണ് അന്ന് ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം സൃഷ്ടിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഈ തകർച്ച വന്നിരിക്കുന്നത്. മാത്രവുമല്ല, അത് കാരുണ്യത്തിന്റെ കാലമായിരുന്നു, മനുഷ്യനെ പരിഗണിച്ചിരുന്ന കാലമായിരുന്നു, സാധാരണക്കാർക്ക് പരിഗണന കിട്ടിയിരുന്ന കാലമായിരുന്നു. അതൊക്കെ പോയി കേരളം എവിടെ എത്തി എന്നാലോചിക്കണം. PV അബ്ദുൾ വഹാബ് MP, ഇസ്മായിൽ മുത്തേടം, UDF കൺവീനർ NA കരീം, VA കരീം, KT കുഞ്ഞാൻ, A ഗോപിനാഥ്, പാനായി ജേക്കബ്, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, ജില്ലാ പഞ്ചായത്ത് അംഗം റഹിയാനത്ത് കർമാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാംബ്ര, പാലോളി മെഹബൂബ്, ബാബു തോപ്പിൽ, നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്, തോമസ് ജോർജ്, ജസ്മൽ പുതിയറ, PM സീതിക്കോയ തങ്ങൾ, നാസർ കാങ്കട, കൊമ്പൻ ഷംസുദ്ദീൻ, റഷീദ് വരിക്കോടൻ, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, കൂമഞ്ചേരി ഷൗക്കത്ത്, ലുഖ്മാൻ എടക്കര, അമീർ പൊറ്റയിൽ എന്നിവർ പ്രസംഗിച്ചു. നിരവധി പേരാണ് കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിയത്.